മണിയേട്ടാ പഴംപൊരിയൊക്കെ ആയില്ലേ? വേറെന്താ ഉണ്ടല്ലോ? നന്നായിക്കോട്ടെട്ടാ. രാവിലെ ഒരു 250 ഉഴുന്നുവടയും ദോശയുണ്ട്, പിന്നെ ഒരു 10-40 ബിരിയാണി ഉണ്ട് കേട്ടാ. അപ്പൊ അത് ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാവണേ, വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടാ. ഒരു മിനിറ്റ് നാളെ എനിക്കൊരു ലീവ് വേണോ? അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോവാണ്ട്. എന്താ മണിയേട്ടാ നിങ്ങള് പറയണത്? ഈ ഓർഡറിലപ്പോ ലീവ് എടുക്കുക. സിന്ധു ആ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചാ, ആ പ്ലേറ്റുകളൊക്കെ ഭക്ഷണം കഴിച്ചൊക്കെ എടുത്ത് വെച്ചാൽ മതി. ശരി, ഞാൻ നോക്കട്ടെ. ശിവന്യാല് പോയിട്ട് ഓർഡർ പറയാം, എന്നാൽ കറക്റ്റായിട്ട് സാധനം കാട്ടും. നല്ല ഫുഡാ ഇവിടുത്തെ, കുഴപ്പമൊന്നുമില്ല. എന്താ വേണ്ടേ? ഓക്കെ, കുറച്ച് ഓർഡർ വേണം. നാളെ ഒരു 40 ബിരിയാണി വേണം, പിന്നെ ഒരു 50 ഉള്ളി വേണം. അത് പറയാൻ വേണ്ടി വരണം. നാളെ റെഡിയാക്കില്ലേ? 40 ബിരിയാണി, 250 ഉഴുന്നോടെ. ഓക്കെ. അതിന് ചട്നി വേണ്ടേ? സാമ്പാറൊക്കെ വേണ്ടേ? ആയിക്കോട്ടെ. 8 മണിയാകുമ്പോ വേണ്ടി വരും അല്ലേ? 12 ആകുമ്പോ അല്ലേ? ആയിക്കോട്ടെ കേട്ടോ, അത് ശരിയാക്കി തരാം. അവിടെ എന്നാ ഇത് ഒരുപാട് വർഷമായി. ഇത് ഒരുപാട് വർഷമായി ഹോട്ടൽ തുടങ്ങിയിട്ട്. ഇവിടുത്തെ മെയിൻ വെച്ചാല് ഉണ്ട, പൊറാട്ട, ചോറ്, സാമ്പാറ്. എന്താണ് കറക്റ്റ് സമയത്ത് സാധനം അവിടെ എത്തൂട്ടാ. യാതൊരു പേടി പഠിക്കണ്ട. എവിടെ വേണ്ടിച്ചാലും എത്തിക്കും ചെയ്യൂട്ടാ. ഓക്കെ എന്നാ ശരി. ഒന്നിട്ട് വരെ നമ്മളെ പണ്ടാരി വന്നിട്ടില്ല. പോയി ഞാൻ ഇന്നലെ അതിനോട് പറഞ്ഞതാണ്, ഇപ്പൊ ഓർഡർ ഉണ്ട്, ഇവിടെ ഭയങ്കര ഓർഡറാണ്. അപ്പൊ ഞാൻ നോക്കട്ടെ പറഞ്ഞ് ഇപ്പൊ വന്നൂല്ലേ, ഞാൻ വിളിച്ചോട്ടെ. സ്വിച്ച് ഓഫ്. അത് വല്ലാത്തൊരു മലക്കായി പോയിട്ടോ. ഈ പണി അറിയാത്ത ഞാൻ പിന്നെ ഇടങ്ങറായില്ല. ഇപ്പൊ അത് പണി അറിയാത്ത മുതലാളിമാരെ ഹോട്ടൽ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ആ നാട്ടുകാരെ തല്ലും കൊത്തും ഒക്കെ ഞാൻ വളരെ. ഇപ്പൊ നാളത്തെ ഓർഡറിന്റെ കാര്യം വല്ലാത്ത മോശമായി പോയില്ല ഇപ്പൊ അത്. മുതലാളി, ഫുഡ് ഞാൻ ഉണ്ടാക്കിയാലോ? ഏതായാലും ഓർഡർ എടുത്തല്ലേ. സിന്ധു, അനക്ക് പാത്രം കഴിയില്ലല്ലോ അറിയുള്ളൂ. അനക്കുണ്ടോ ഫുഡ് ഉണ്ടാക്കാൻ അറിയണത്? എന്നാലൊന്ന് ശ്രമിച്ചാലോ? എന്നാ പിന്നെ എന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓർഡർ കളയണ്ട, എടുക്കാത്. ആയിക്കോട്ടെ. ഇന്നലെ ലീവ് എടുത്ത കാരണം മുതലാളി എന്താ പറയാന്നറിയില്ല. അതേ, ഒരു 10 രൂപ കൂടുതൽ പഠിച്ചിട്ടേ പോയിക്കോളെ. നാളെ മുതൽ വരട്ടാ. അതെ. പണിയേട്ടാ, നിങ്ങളുടെ പണിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ജാതി പരിപാടി ഒന്നും എന്നോട് ചെയ്യരുതിട്ടാ. ഇവിടെ പണ്ടാരിയൊക്കെ വേറെ ഉണ്ട്, 100 കണക്കിന് പണ്ടാരികളുണ്ട്. അതേ, ഒരു 100 രൂപ കൂടുതലും മേടിച്ചോ. നാളെ ഈ വരുമ്പോ ഇടാട്ടാ. അതെ, ഭക്ഷണം ഇന്നലെ കൊണ്ടുപോയ ഭക്ഷണം സൂപ്പർ ആയിട്ട്, അടിപൊളി ഭക്ഷണം ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ സൂപ്പറാ. അൽഹംദുലില്ലാഹ്. പണ്ടാരി മാറിയോ? പിന്നെ പണ്ടാരി ശ്രീ ആയില്ലേ? പഴയ പണ്ടാരി മാറിയോ? അതിനൊക്കെ മാറ്റി. പലരും പറഞ്ഞേ അത് അടിപൊളി ഭക്ഷണം പറഞ്ഞു. എനിക്ക് തൃപ്തിയായി. ഇനി ഇങ്ങനെ പോട്ടെ. അങ്ങനെ പോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടാ. പണ്ടാരി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മളെ ചേച്ചി സിന്ധു? അത് ഭയങ്കര പണ്ടാരിയല്ലേ, നമുക്ക് അറിഞ്ഞിരുന്നില്ല. നമ്മളെ ആൾക്കാരുടെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് അറിയില്ല. ഇപ്പൊ എന്തായിന്നറിയാ, 50 രൂപ കൂടുതൽ കൊടുക്കുക. അതിനെന്താ കുഴപ്പം? സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ലതല്ലേ? അത് ലാഭാണ്. വൃത്തിയുണ്ടാവും, സ്പീഡില് പണി കാര്യങ്ങൾ നടക്കും, ആത്മഹത്യ ഉണ്ടാവും. സുൽത്താനാ, ഈ ചേച്ചിയാ? ചേച്ചിയെ ഭക്ഷണം നന്നായിട്ടാ, നല്ല ഭക്ഷണം. ഇനി എന്തായാലും ഓർഡർ ഞാൻ വരണ്ടോ? സൂപ്പർ ആയിട്ടാ, നല്ല ഭക്ഷണം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ഐശ്വര്യ ഇവിടെ. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ വരണ്ടട്ടാ. ശരിയാ. ഹോട്ടൽ ശിവന്യ കാറ്ററിംഗ് സർവീസ്.